യെസ്, നേരത്തെ വീഡിയോയിൽ സംരംഭകരെ ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞു. അത് സംരംഭക ആണ് ഞാൻ പറയുന്നത്. സംരംഭകയെ ഉണ്ടാക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ട് ഐഡിയ പറഞ്ഞു, ഒരു 3 ഐഡിയ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഞാൻ പറയാം. ഒരു വീട്ടമ്മയ്ക്ക് ബിസിനസ് ചെയ്യാൻ ഒരു ഐഡിയ വേണമെങ്കിൽ അതിനൊരു സൊല്യൂഷൻ പറയാം. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് സിമ്പിളാണ്. അത് ഇങ്ങനെയാണ് ഞാൻ പറയാം. ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡുകളിൽ 3 കാര്യങ്ങളാണ് പറയാം. ഒന്ന്, നമ്മൾക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസിനകത്ത് നമുക്ക് എന്തെങ്കിലും വാല്യൂ അഡീഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു പുതിയ കാര്യമാണ്. അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നല്ല ക്വാളിറ്റി ഉള്ള മല്ലിപ്പൊടി കൊടുക്കാം. അപ്പോൾ ഉള്ളതിനകത്ത് വാല്യൂ അഡീഷൻ ചെയ്യാൻ പറ്റും. അതൊരു ബിസിനസ് ഐഡിയയാണ്. ഇനി മറ്റൊരു ഐഡിയ എന്ന് പറയുന്നത്, നിങ്ങൾ പുതിയതായിട്ടൊരു കണ്ണ് കണ്ടെത്തുന്നു. ഇന്ന് ഇല്ലാത്തൊരു സാധനത്തിന് നിങ്ങൾ കണ്ടെത്താൻ പറ്റുവാണെങ്കിലും അത് ഒരു നല്ല ബിസിനസ് ഐഡിയ ആണ്. അതായത് ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നില്ല, സമൂഹത്തിൽ ഉപയോഗിക്കാത്തൊരു കാര്യത്തിന് നിങ്ങളൊരു സൊല്യൂഷൻ കാണുന്നു. അതായത് സമൂഹത്തിന് ഒരു പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ നീഡുണ്ട്, വാൺസ് ഉണ്ട്. ഇതാണ് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ. പെയിൻ ഉണ്ടാക്കാം, ഒരു നീഡ് ഉണ്ടാക്കാം, വാൺസ് ഉണ്ടാക്കാം. ഇതിലേക്ക് നിങ്ങളായിട്ടൊരു പുതിയ സൊല്യൂഷൻ കൊണ്ടുവരുന്നു. അതാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഐഡിയ. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഊബർ അങ്ങനെ വന്നതല്ലേ. ആളുകൾ നമ്മളെ പറ്റിക്കുന്നു, പലരും പല റേറ്റ് മേടിക്കുന്നു. അപ്പോൾ ഊബർ വന്നില്ലേ. അതുപോലെ ആളെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞതിനകത്ത് വീഡിയോ കോളിംഗ് വന്നില്ലേ. അതുപോലെ ഒരു പുതിയ ഐഡിയ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ അത് ന്യൂ തിങ്സ് ആണ്. അതൊരു ഐഡിയ ആണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊരു നാട്ടിലുള്ളത് അതിവിടെ ഇല്ല. ദുബായിലുണ്ട്, ഇവിടെ ഇല്ല. ദുബായിലുള്ളൊരു ഐഡിയ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോഴും നമുക്കിപ്പോൾ മിൽക്കി മിസ്റ്റ് പോലെയുള്ള ഒരു തൈര് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ അൽമറായി പോലെയുള്ള 2-3 ബ്രാൻഡുകൾ അവിടെയുണ്ട്. അപ്പോൾ മിൽക്കി മിസ്റ്റ് ഇപ്പോൾ കോസ്റ്റ്ലി ആയിട്ട് നിൽക്കുന്നത്, അവർ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ആയി പോകുന്നൊരു കമ്പനിയാണ്. എന്തുകൊണ്ട് നമുക്കിവിടെ നാട്ടിൽ നമ്മുടെ ഓൺ തൈര് മിൽക്കി മിസ്റ്റ് പോലെ ഒരു ബ്രാൻഡായി കൊണ്ടുവരാനായിട്ട് കുറച്ചുപേര് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളുടേതായ ഒരു ബ്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു മെത്തേഡ്, അതായത് വേറൊരു നാട്ടിൽ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന സംഗതി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെയാണ് ബിസിനസ് ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. അതായത് വീട്ടമ്മയ്ക്ക് ഒരു ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ എങ്ങനെ ഐഡിയ ഉണ്ടാക്കാം. ഞാൻ നേരത്തെ 3 ഐഡിയ പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഇരുന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയിട്ടാവും നിരവധി എക്സാമ്പിൾസ് പറയും. കൂർക്ക നന്നാക്കാനായിട്ടൊരു പ്രോസസ്സുണ്ട്. ആ കൂർക്ക നന്നാക്കി കൊടുക്കാനായിട്ട് നിങ്ങളിൽ പറ്റും ഒരു 5 പേരെ വെച്ചിട്ട് കൂർക്ക വാങ്ങിച്ചിട്ട് സ്കിന്ന് കളഞ്ഞ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ വില എനിക്ക്. ഇനി ലുലു ഇപ്പോൾ നമ്മളുടെ ഹൈലൈറ്റ് മാൾ, ഞങ്ങളുടെ തൃശ്ശൂരിൽ ഹൈലൈറ്റ് മാൾ വന്നിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ അവർക്ക് ഇതിനെ പീസ് ആക്കാൻ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം മീൻ നന്നാക്കി കൊടുക്കുന്നൊരു ഫേം, അതായത് എടുത്തിട്ട് നന്നാക്കി കൊണ്ടു കൊടുക്കാം. അങ്ങനെ നിരവധി സാധ്യതകൾ നിങ്ങൾ തന്നെ ഇരുന്ന് ആലോചിച്ചാൽ കിട്ടും. എന്നിട്ട് അതിനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എപ്പോഴും ഇപ്പോൾ നീഡ് അനാലിസിസ് നടത്തണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ സർവേ നടത്താം. അപ്പോൾ മാർക്കറ്റിന്റെ സർവേ നടത്തുമ്പോൾ മാർക്കറ്റിംഗ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മാർക്കറ്റിംഗ് നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ആദ്യം നമ്മൾ അറിയുന്ന സ്ഥലത്തും അറിയുന്ന ആളുകൾക്കും കൊടുത്തു നോക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ, അറിയുന്ന ആളുകൾ അറിയാത്ത സ്ഥലത്തേക്ക് കൊടുക്കാം. നമുക്ക് ആളുകൾ അറിയാം. ഇപ്പം എൻ്റെ ബന്ധുവിൻ്റെ കൂടെ വലിയവരുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കാം. സ്ഥലം അറിയില്ല, പക്ഷെ ആളുകൾ അറിയാം, അങ്ങനെ കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, അറിയുന്ന സ്ഥലം അറിയാത്ത ആളുകൾ, നമുക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അവിടെ കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്, അവിടെ കുറേ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവിടെ പോയി നമുക്ക് പോകും. അപ്പോൾ അറിയുന്ന സ്ഥലം അറിയാത്ത ആളുകൾ. ഇനി 4ാമത്തത് പറയുന്നത് അറിയാത്ത സ്ഥലം അറിയാത്ത ആളുകൾ. അപ്പോഴേക്കും നമുക്ക് സോഷ്യൽ മീഡിയ പോലെയുള്ള മീഡിയ ഉപയോഗിച്ചിട്ട് അറിയാത്ത ആളുകളിലേക്കും അറിയാത്ത സ്ഥലത്തേക്കും വിൽക്കാം. ഇങ്ങനെയാണ് ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന് അറിയുന്ന സ്ഥലം അറിയുന്ന ആളുകൾ, മറ്റൊന്ന് അറിയുന്ന ആളുകൾ അറിയാത്ത സ്ഥലം, മറ്റൊന്ന് അറിയുന്ന സ്ഥലം അറിയാത്ത ആളുകൾ. ഇനി അറിയാത്ത ആളുകളും അറിയാത്ത സ്ഥലത്തേക്കും വിൽക്കാം. അപ്പോൾ അതിന് പറയുന്ന ലാസ്റ്റ് വരെ സോഷ്യൽ മീഡിയ വഴി. ഇങ്ങനെയാണ് ഒരു മാർക്കറ്റിനെ നമ്മൾ ഉണ്ടാക്കുക. അതായത് ഇതൊന്നും വലിയ ഒരു ജാർഗൺസ് ആയിട്ട് കേൾക്കണ്ട. നമുക്ക് ഏത് പ്രോഡക്റ്റിനെയും സമൂഹത്തിലേക്ക് എത്തിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. അത്തരം മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത് വലിയ പെയിൻഫുൾ ആയിട്ട് എടുക്കുമ്പോഴാണ് പലതും നടക്കാതെ പോകുന്നത്. ഇനി ആദ്യം ചിലപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ചെറിയ ഫെയിലിയർ ഒക്കെ ഉണ്ടാവുന്നേ, ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ വരും. പക്ഷെ വലിയ ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് കളിക്കണില്ലല്ലോ, നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെന്റിലേ കളിക്കണുള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നൊരു റിസ്ക് എടുക്കുക. ഒരു ചെറിയ എമൗണ്ട് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന റിസ്ക് എടുക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു പുതിയ സാഹചര്യത്തിലേക്ക് വരുള്ളൂ. ഇവിടെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ പഠിച്ചാൽ തന്നെ അറിയാം നമുക്ക് ആളുകൾ എങ്ങനെയാണ് ഗ്രോത്ത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് ഐഡിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട,
അതിൻ്റെ മാർക്കറ്റിങ്ങിനും കൂടി വെയിറ്റ് ചെയ്യേണ്ട. ഇതിനകത്ത് എനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തോളൂ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. കേൾക്കട്ടോ, ഇത് സൊസൈറ്റിയുടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എൻ്റെ CSR ആക്ടിവിറ്റി പോലെ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സ്ത്രീ സംരംഭകരെ, നിങ്ങൾ ഉണരൂ, റെഡിയാവൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യേ, തുടങ്ങ്. പൈസ ഉണ്ടാക്കണം, പൈസ വേണം. അത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വരണം. അതിന് സ്ത്രീ സംരംഭക വരണം. സമൂഹത്തിനും കൂടി വേണ്ടിയിട്ടാണ്, രാജ്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. റെഡി അല്ലേ? ഓക്കെ, റെഡി.